പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലാണ്. അപ്പം ഇവിടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഓടുന്നൊരു വഴിയാണ് ബസ് സ്റ്റാൻഡും അതുപോലെ ഈ വഴിയും. അപ്പോഴത്തേന് ഈ വഴിയുടെ അവസ്ഥ നിങ്ങളൊന്ന് കാണുക. കോട്ടയത്തെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ബസ് സ്റ്റാൻഡാണ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അവിടുത്തെ ഈ ബസ് സ്റ്റാൻഡ്. ആയിരക്കണക്കിന് രോഗികളാണ് ദിനംപ്രതി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ആ റൂട്ടിലൂടെ ഒന്ന് പോകാം. മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിലേക്ക് പോകുന്ന വഴിയാണ്, നിങ്ങളൊന്ന് കണ്ടോണം. രോഗിയായിട്ട് വരുന്നവരും അതുപോലെ എമർജൻസി കേസുകെട്ട്, ഒരു ആക്സിഡൻറ്റ്, അതുപോലെ എന്തെല്ലാം ഇതുണ്ട് അതെല്ലാം കൊണ്ടുവരുന്ന ഒരു വഴിയാണ്. ഇതിലേ വേണം നമുക്ക് കാഷ്വാലിറ്റിയായിട്ട് പോകാൻ വേണ്ടി. നിങ്ങൾ കാണുക, ഇവിടെ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് ഒരു വിധത്തിലും വണ്ടിയായിട്ട് പോകാൻ മേലാത്ത പരുവത്തിലാണ് ബസ് സ്റ്റാൻഡിൻ്റെ അകവശം കിടക്കുന്നത്. ഉണ്ട്, അവിടെ ഒരു ചെറിയ ഹമ്പ് പോലെ ഉണ്ട്. അത് ടൂ വീലർ യാത്രക്കാർ ഒത്തിരി പേര് അവിടെ വീഴുന്നുണ്ട്. ഞാനവിടെ നിൽക്കുമ്പം തന്നെ ആൾക്കാരെല്ലാം അതിൻ്റെ അകത്ത് കയറിയിട്ട് അങ്ങ് വല്ലാതെ ഒരു അവസ്ഥയിലാണ്. ആ ബസ് സ്റ്റാൻഡിൻ്റെ അകവശം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഉണ്ടോ, എന്തുമാത്രം ബസ്സാണെന്ന് പറഞ്ഞാൽ മത്സരഓട്ടം നടക്കുന്നൊരു ബസ് സ്റ്റാൻഡാണ്. എന്തുമാത്രം അപകടങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. എത്ര പേരുടെ ദേഹത്ത് ബസ് കയറുകയും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് മെഡിക്കൽ കോളേജിന് അങ്ങോട്ട് നമ്മുടെ കാഷ്വാലിറ്റിയോട് പോകുന്ന വഴിയാണ്. അത് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അടിപ്പാതയാണ്. അത് നല്ല കാര്യമാണ്, അങ്ങനെ ഒരു അടിപ്പാത ഉണ്ടാകുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഉണ്ടോ, ഇവിടെ പണി നടക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളൊരു പദ്ധതിയാണ് ഈ അടിപ്പാത. അതൊന്നും നമ്മൾ കുറ്റം പറയുന്നതല്ല. പക്ഷേ ഈ അടിപ്പാത പണിയുമ്പം അപ്പുറത്തെ വഴി ഒന്ന് ശരിയാക്കിയിട്ട് ഈ അടിപ്പാത പണിയായിരുന്നെങ്കിൽ ജനങ്ങൾ ഇതുപോലെ ദുരിതം അനുഭവിക്കുമായിരുന്നു. ഇതാണ് കാഷ്വാലിറ്റി മെഡിക്കൽ കോളേജിൻ്റെ കോട്ടയത്തെ കേരളത്തിലെ ഏറ്റവും നല്ലൊരു മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അത് നമ്മളെല്ലാം അംഗീകരിക്കുന്ന കാര്യമാണ്, കാരണം അത് അത്യാവശ്യമാണ്. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, ബഹുമാനപ്പെട്ട അധികാരികൾ, അതുപോലെ MLA, MP, മന്ത്രി എല്ലാം കോട്ടയത്തിനുണ്ട്. ഈ വഴി ഒന്ന് നല്ല രീതിയിൽ പണിതിട്ടിട്ട് അടിപ്പാതയ്ക്കിട്ട് വേണ്ടി നിങ്ങൾ തുടങ്ങുകയായിരുന്നെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ ദുരിതം കണ്ടോ, വാഹനങ്ങൾ പോകുന്നത് നിങ്ങളൊന്ന് കാണുക. നിങ്ങളൊക്കെ ലക്ഷറി കാറിലൊക്കെ പോകുന്ന കഴിയുമ്പോഴത്തേന് ചെറിയ കുഴികളൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. പക്ഷേ ഇത് സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിലേ പോകുന്നത്. വാഹനമായിട്ട് പോകാൻ അതുപോലെ ബുദ്ധിമുട്ടാണ്. നിങ്ങളൊന്ന് കയറണം. ഏറ്റവും കൂടുതൽ കണ്ടോ, ടൂ വീലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് രണ്ട് സൈഡിലെയും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഇതിലെയാണ്. അതുപോലെ കണ്ടോ, ബസ് സ്റ്റാൻഡിലെ തിരക്ക് നിങ്ങൾ കണ്ടോ. ആ ബസ് സ്റ്റാൻഡിൻ്റെ വാതിക്കെ കിടക്കുന്ന വേസ്റ്റ് വെള്ളം നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ ദുർഗന്ധം കൊണ്ട് അവിടെ നിൽക്കാൻ വരെ മൂക്ക് പൊത്തി വേണം നിൽക്കാൻ വേണ്ടി. മുഴുവൻ രോഗികളാണ്. ഒരു പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിന് മുന്നിലെ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ നോക്കി കണ്ടോ. എന്നിട്ട് അവിടെ ചാക്ക് ഇട്ടിരിക്കുക, അതിൽ ആൾക്കാർ കയറാൻ വേണ്ടി. അവിടെ നിന്ന് എങ്ങാനും ഒരാളെ തെന്നി വീണിട്ടുണ്ടെങ്കിൽ കാഷ്വാലിറ്റി പോലും എടുക്കത്തില്ല. അത്രയും പരുവത്തിലുള്ള ചെളിയാണ് അവിടെ കിടക്കുന്നത്. കണ്ടോ, എന്തുമാത്രം ഉണ്ടോ. ആ സ്റ്റെപ്പ് ഒന്ന് തെന്നിയാൽ മതി, എന്തുമാത്രം പേരാ. അതിനോട് ചേർന്നാണ് ബസ് നിർത്തുന്നത്. കണ്ടോ, അവിടെ ഡോക്ടർമാർ, MBBS പഠിക്കുന്നവരുണ്ട്, അതുപോലെ ഇഷ്ടം പോലെ സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നവരെല്ലാം ഉണ്ട്. അവരെല്ലാം ഇതിലേ വേണം വരെ. ടൂ വീലർ കയറി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ആ ഹമ്പ്, അത് അപകടമാണ്. അവിടെ ഞാനൊരു 10 മിനിറ്റ് അവിടെ നിന്നപ്പം തന്നെ എത്രയോ തണ്ട് പെയ്യ് വരുന്ന ഒരു ടൂ വീലറുകാരൻ അത് ചാടിയിട്ട് മറിയാൻ പോകേണ്ടതായിരുന്നു. കണ്ടോ, അതാണ് അവസ്ഥ. അത് മറിയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്കടിയിലാണ് പോകുന്നത്. അതൊക്കെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതിലെയൊക്കെ ഓടിക്കുന്നവർക്ക് എട്ടെടുക്കേണ്ട പോലും ആവശ്യമില്ല. അവർക്ക് അന്നേരം ലൈസൻസ് കൊടുക്കണം ഇതുപോലെയുള്ള വഴികളിൽ ഓടിക്കുന്നവർക്ക്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക. ആംബുലൻസൊക്കെ എടുത്തടിച്ചാണ് പോകുന്നത്. ഞാനൊരു ആംബുലൻസ് പോകുന്നത് ഞാൻ കണ്ടതാണ്. അതിൻ്റെ അകത്ത് ഇരുന്ന ആൾക്കാരെല്ലാം തെറിക്കുകയായിരുന്നു. കാരണം ആംബുലൻസ് വരുന്ന വരവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ എമർജൻസി ആയിട്ട് വരുന്നതുകൊണ്ട് ഡ്രൈവറൊന്നും നോക്കത്തില്ല. ഡ്രൈവർ വിട്ടടിച്ച് എത്രയും പെട്ടെന്ന് രോഗിയെ കാഷ്വാലിറ്റിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഡ്രൈവറുടെ ഉത്തരവാദിത്തം.